ഹേ ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് മുതൽ 30 നോമ്പ് വരെ റംലാൻ സീരീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ നേരത്തെ എണീറ്റിട്ടോ. ഞാൻ എണിച്ചിട്ടുള്ളത് അത്തായം വയ്ക്കാനാണ്. ചിലവർ അത്തായം വയ്ക്കാൻ നോമ്പെടുക്കും. ഞാൻ എണിച്ചത് 5:15. ഇപ്പോൾ സമയം 5:23. അപ്പോൾ എൻ്റെ അത്തായത്തിൻ്റെ ഫുഡ് ഇതാണ്. ഒരു ആപ്പിളും 2 ഡേറ്റ്സും ആണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. എനിക്കും എൻ്റെ അനിയത്തിക്കാണ് കേട്ടോ വീട്ടിൽ നോമ്പുള്ളത്. അപ്പോൾ അവൾ എന്നെക്കാളും മുൻപ് എണീറ്റിട്ടുണ്ട്. അവൾക്ക് +2 എക്സാം ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അത്തായം വയ്ക്കുമ്പോൾ റൈസാണ് കഴിക്കാറ്. പക്ഷെ ഞാനിപ്പോൾ ഒരു ഡയറ്റിൽ റംലാൻ സീരീസിലൊരു ഡയറ്റ് ചേർന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവർ പറയണ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 2 ഡേറ്റ്സും പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട്. പക്ഷേ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് കഴിക്കുമ്പോഴേക്കും വാങ്ങ് കൊടുത്തു. 2-3 പീസാണ് കഴിച്ചുള്ളൂ. അപ്പോഴേക്കും വാങ്ങ് കൊടുത്തു. ഞാൻ കുറേ ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. സാധാരണ ഞാൻ 4 മണിക്കാണ് എണീക്കാറ്. ഇപ്രാവശ്യം 5:15 എണീക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല, മാഷാ അല്ലാ നല്ല രീതിയിൽ തന്നെ നോമ്പറക്കാൻ പറ്റി. ഈ ഒരൊറ്റ ഗ്ലാസ് വെള്ളം, ഒറ്റ ഗ്ലാസ്സില്ല, ഹാഫ് ഉള്ളൂ, അതൊക്കെ കുടിക്കുമ്പോഴേക്കും വാങ്ങ് കൊടുത്തു കേട്ടോ. പിന്നെ അതാ സമയം 5:28 അപ്പോഴാണ് വാങ്ങ് കൊടുത്തത്. ഞാൻ 5:31 വിചാരിച്ചത്. അങ്ങനെ വാങ്ങ് കൊടുത്ത സ്ഥിതിക്ക് ഇനി ഫ്രണ്ട് ഡോറൊക്കെ തുറന്ന് ഇതാ പള്ളിയിലൊക്കെ പോകേണ്ട ഓരോരുത്തർ. ഇപ്പോഴാണ് സുബൈ നേരത്തൊക്കെ ഒന്ന് എണിക്കുക. അല്ലെങ്കിൽ എനിക്കൊരു 7 മണി 7:30 ആവും. ഇപ്പോഴും എണീറ്റാലാണ് പുറഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ വല്യമ്മമാരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് എണീക്കാൻ ഭയങ്കര മടിയാണല്ലോ. ഇപ്പോൾ അവരൊന്നും വിളിക്കുകയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റ അലാറം അടിക്കുമ്പോഴത്തേനും എണീക്കും. പിന്നെ ഇത് എൻ്റെ അഡിനിയം ഫ്ലവറാണ് കേട്ടോ. ഇത് ഇന്നൊക്കെയാണ് വിരിഞ്ഞത്. അങ്ങനെ അകത്ത് കയറി പിന്നെ സുബൈ നിസ്കരിക്കണം. സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഖുർആൻ ഓതാനും ദുആ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് ഉറക്കം പെട്ടെന്ന് കിട്ടില്ല. തൽക്കാലം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇപ്പോൾ അതൊരു സമയം 7 മണി ആയിട്ടുണ്ട്. സൂര്യനെ കുതിച്ച് വരുന്നുള്ളൂ. പിന്നെ ഞാൻ സോഫയിൽ കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റത് 12 മണിക്കാണ്. ഇത് നമുക്ക് റംലാൻ കിറ്റ് കൊടുന്നതാണ്. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് റംലാൻ കിറ്റ് ഫില്ല് ചെയ്യാണ്. കുറച്ച് കാഷ്നട്ടും റൈസിൻസും ഡേറ്റ്സും അങ്ങനെ ഒരു കിറ്റ്, അത്യാവശ്യം ഒരു കിറ്റ് റംലാൻ ഒന്നിന് ഞങ്ങൾ അവിടെ നിന്ന് 2 വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അതാണ്. അപ്പോൾ അതൊക്കെ ഫില്ലാക്കാണ്. പാത്രങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് പിന്നെ ഇത് മൈദ, കടലമാവ്, പിന്നെ ചായപ്പൊടി, പിന്നെ അത്യാവശ്യം ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്കും കൊടുത്താച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫില്ലാക്കി പിന്നെ എല്ലാം അടക്കി പറക്കി വെച്ച് ഈ കുപ്പികളൊക്കെ ബറാത്തിന് വൃത്തിയാക്കിയതാണ്. എന്നാലും ഒന്നും കൂടി ഞാൻ വൃത്തിയാക്കി വെച്ച് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അനിയത്തിയുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ വീണ്ടും കുളിച്ച് ഫ്രഷായി. ഇവാന് പിന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണിക്ക് അങ്ങോട്ട് എണീറ്റിട്ടുണ്ട്. 7 മണിയല്ല, 8 മണി നേരത്ത് ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോഴത്തേനും അവളെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് അങ്ങനെ അടുക്കളൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. ഇത് നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. അതൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പം ഞാൻ പൊടികളൊക്കെ ജസ്റ്റ് അവിടെ തന്നെ വെച്ചിട്ടുള്ളൂ. നമുക്ക് അരിപ്പൊടി മൈദപ്പൊടിയൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെച്ചു. കടലമാവാണ് കേട്ടോ. ഇത് 2 വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം കടലമാവുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഊതിൻ്റെ ചെറിയ പീസ് വാങ്ങിയില്ല, അതാണ് കേട്ടോ. എന്താ കയ്യില് നോക്കട്ടെ, കൈ കാണിച്ച ഷോമി, ഇങ്ങോട്ട് കാണിക്കി, കൈ കാണിക്കി. എപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോകാനായിട്ട് മുസല്ല ഇട്ട് കഴിഞ്ഞാൽ ഇവാന് നിസ്കരിച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കാറുള്ളത് കേട്ടോ. ഞാൻ അവളത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ സ്നാക്സിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം എനിക്കതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ കഴിക്കാൻ പറ്റാത്തത് ഉണ്ടാക്കണമെന്നല്ല, ഉമ്മയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാറ്. പിന്നെ എനിക്കുള്ള ഫുഡ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കവർ പറഞ്ഞു തന്നിട്ടുള്ള ഷെയ്ക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് പൊരിക്കടി അങ്ങനത്തെ ഒന്നും ഞാൻ 1 മാസത്തിന് കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ സമയം 6:30 ആയിട്ടോ. 9 മിനിറ്റും കൂടി വാങ്ങി കൊടുക്കാൻ. അപ്പോൾ പള്ളിയിലേക്ക് ഈ പാത്രം കൊണ്ടെടുത്താൽ നമുക്ക് ചീരക്കഞ്ഞി കിട്ടും. അപ്പോൾ ഞാൻ പള്ളിയിൽ കൊണ്ടുകൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോയി വന്നു. അങ്ങനെ നോമ്പ് ഫസ്റ്റിൻ്റെ എൻ്റെ ഫുഡ് ഇതാണ്, ക്യാരറ്റ് ആൽമണ്ട് ഷേക്ക്. പിന്നെ ഞാൻ ചപ്പാത്തിയും ഒരു ഓംലേറ്റും കഴിച്ചായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, റംലാൻ ഒന്നാമത്തെ തന്നെ അടിപൊളിയായിട്ട് പോയി. വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു വെയിറ്റ് ലോസ് ജേണിയിൽ പങ്കെടുത്തിട്ടുണ്ട്. റംലാൻ 30 വരെ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളെ നിലവിലുള്ള വെയിറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. എന്നാലാണ് നമ്മളതിൽ ചലഞ്ചിൽ നമ്മളവിടെ പങ്കെടുപ്പിക്കുകയുള്ളൂ. എൻ്റെ നിലവിലെ വെയിറ്റ് 60 കിലോന് മേലെയാണ് കേട്ടോ. 30 നോമ്പ് കഴിഞ്ഞിട്ട് എത്രയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. സ്പെഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡയറ്റ് മാത്രമല്ല കേട്ടോ, വർക്കൗട്ട് ഉണ്ട്. ഇതൊക്കെ അറിയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.